വനിതാ സംവരണ ബിൽ വനിതകളോടുള്ള കൂറുകൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയാണോ ഈ വനിതാ സംവരണ ബിൽ ഇപ്പോൾ അതിന് വേറൊരു പുകമറ, അതായത് ഒരു ഡീലിമിറ്റേഷൻ, മണ്ഡല പുനർനിർണയ ബില്ലുമായി കൂട്ടിക്കുഴച്ച് ഇത് കൊണ്ടുവന്നത്, നടപ്പാക്കാൻ പോകുന്നു എന്നൊക്കെ അത്യുച്ചത്തിൽ ഘോഷിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? യുണൈറ്റഡ് നേഷൻസ് 1975 യുണൈറ്റഡ് നേഷൻസിൻ്റെ വിമൻസ് വിങ് ഒരു പ്രസ്താവന നടത്തി. എന്തായിരുന്നു ആ പ്രസ്താവന? ലോകത്ത് ചെയ്യപ്പെടുന്ന ജോലിയുടെ 2/3 ചെയ്യുന്നത് വനിതകളാണ്. അവർക്ക് പക്ഷേ കിട്ടുന്ന വേതനം 10% മാത്രവുമല്ല, അവർക്ക് സ്വത്തിൻ്റെ 100% മാത്രമാണ് അവകാശപ്പെടാൻ പറ്റുന്നുള്ളൂ. അത്ര വലിയ വ്യത്യാസം, ഇനീക്വാളിറ്റി സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ നിലനിൽക്കുന്നു. അതായത് കഷ്ടപ്പെടുന്നത് മുഴുവനും സ്ത്രീകൾ. പറഞ്ഞല്ലോ, 2/3 ജോലി ചെയ്യുന്നത് സ്ത്രീകൾ. എന്നിട്ടവർ 10% മാത്രം ഇൻകവും 100% മാത്രം സ്വത്തവകാശവുമായി ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ആ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ യുണൈറ്റഡ് നേഷൻസ് 1975 മുതൽ 85 വരെയുള്ള വർഷത്തെ വനിതാ ശാക്തീകരണ വർഷമായി പ്രഖ്യാപിക്കുന്നു. പക്ഷേ വനിതകൾ ശാക്തീകരിക്കപ്പെട്ടില്ല. പിന്നെ 2000-കളിലൊക്കെയാണ് വനിതകൾക്ക് വേണ്ടി ഇങ്ങനെ, അതായത് റിസർവേഷൻ, അതായത് സാധാരണ രീതിയിൽ പോയാൽ വനിതകളുടെ ശാക്തീകരണം ആഗോളതലത്തിൽ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്ത്രീകൾക്ക് 33% ഒരു റിസർവേഷൻ ഭരണ സംവിധാനങ്ങളിൽ, അതായത് പാർലമെൻറ്റിലും അസംബ്ലിയിലും ഒക്കെ വേണം എന്ന തരത്തിലുള്ള നിയമങ്ങളും ഒക്കെ ആയിട്ട് മുൻപോട്ട് വരുന്നത്. അപ്പം നമുക്ക് ആ കഥകളൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇന്ത്യയിൽ എന്താ സംഭവിച്ചത് ഈ സംവരണ ബിൽ? അപ്പം അങ്ങനെ യുണൈറ്റഡ് നേഷൻസിന് ഒരു വനിതാ വിങ് തന്നെ ഉണ്ടായി, UN വിമൻ എന്നൊരു വിങ് തന്നെ ഉണ്ടായി. ആ UN വിമനാണ് നിഷ്കർഷിച്ചത് സ്ത്രീകൾക്ക് ഭരണത്തിൽ പ്രാതിനിധ്യം വേണം. അങ്ങനെ ഭരണത്തിൽ പ്രാതിനിധ്യം വന്നാൽ മാത്രമേ സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനുള്ള ശക്തമായ നിയമങ്ങൾ പാസ്സാക്കപ്പെടുകയുള്ളൂ. ആ തരത്തിൽ പോയി UN വിമനിൻ്റെ വിമർശനം. അതുപോലെ തന്നെ UN വിമൻ നിഷ്കർഷിച്ചു വനിതാ ബജറ്റിംഗ്, ജെൻഡർ ബജറ്റിംഗ്, എല്ലാ ബജറ്റിലും ഒരു 15% ബജറ്റ് വിഹിതം സ്ത്രീകൾക്ക് വേണ്ടി, 12 മുതൽ 15% വരെ വിഹിതം സ്ത്രീകൾക്ക് വേണ്ടി മാറ്റി, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാറ്റി വച്ചിട്ടുള്ള ബജറ്റുകൾ ഓരോ രാജ്യവും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു. 1996 ചിദംബരം ധനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അങ്ങനെ ജെൻഡർ ബജറ്റിംഗ് കൊണ്ടുവന്നു. 96 ആദ്യമായിട്ട് ഈ വനിതകൾക്ക് വേണ്ടിയുള്ള വനിതാ സംവരണ ബില്ല് 33% പാർലമെൻറ്റിലും 33% സ്ത്രീകൾക്ക് നൽകണം എന്ന ബില്ല് വരുന്നത്. അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ഇപ്പോഴും ഞാനൊക്കെ ഓർക്കുകയാണ്. കാരണം ഞാൻ അന്നും TV-യുടെ മുൻപിലുണ്ട്. ആ വനിതാ സംവരണ ബില്ലിൻ്റെ വളർച്ച എങ്ങനെയായിരിക്കും, അതിനെ ആരൊക്കെയാണ് തകർത്തെറിയാൻ പോകുന്നത് എന്നൊക്കെ വിചാരിച്ച ആകാംക്ഷയോടെ നോക്കിയിരുന്ന സമയമാണ്. അപ്പോൾ ലാലു പ്രസാദ് യാദവ്, ശരത് യാദവ്, അങ്ങനെയുള്ള 2 യാദവന്മാർ എന്തു ചെയ്തു? ആ ബില്ല് വലിച്ചു കീറി സ്പീക്കറുടെ ചേംബറിലേക്ക് എറിയുന്നു. അങ്ങനെ അതിന് വലിയ ശക്തമായ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ അത് പാസ്സാകാതെ പോകുന്നു. പിന്നെ അതേപ്പറ്റി വലിയ കാര്യമായ ചർച്ചകളൊന്നും നടന്നില്ല. പക്ഷേ UPA ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷം ആ ബില്ല് വീണ്ടും പല ആവർത്തി പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടു. ആ സമയങ്ങളിലൊക്കെ ആ ബില്ല് പാർലമെൻറ്റിൽ പാസ്സായി. കാരണം അന്ന് പാർലമെൻറ്റിൽ UPAക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, പക്ഷേ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ ബില്ല് അവതരിപ്പിച്ച സമയത്തൊക്കെ പാർലമെൻറ്റിൽ അത് പാസ്സായി. പക്ഷേ രാജ്യസഭയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ചത് തകർക്കപ്പെട്ടു, അത് പാസ്സാക്കപ്പെട്ടില്ല. അങ്ങനെ അത് നിയമമാകാതെ പോയി. അന്ന് ഇപ്പോൾ BJP, ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന BJP ആയിരുന്നു പ്രതിപക്ഷത്തുണ്ടായിരുന്നവർ. അവർ ഈ ബഹനെ ഇത്രയധികം സ്നേഹമുള്ളവരായിരുന്നുവെങ്കിൽ നമുക്കറിയാം, ബഹന്മാരോടുള്ള സ്നേഹം കാരണം കൊണ്ട് ബീഹാർ ഇലക്ഷൻ വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി എന്താ ചെയ്തത്?
10,000 രൂപ വീതമാണ് ഓരോ ബഹൻ്റെയും കയ്യിൽ വെച്ചു കൊടുത്തത്. അങ്ങനെ എന്താ സംഭവിച്ചത്? ബീഹാറിലെ ഇലക്ഷൻ അവർ തൂത്തുവാരി. ഇതുപോലെയാണ് എവിടെയും പണം കൊടുത്ത് ഇലക്ഷൻ തൂത്തുവാരുക. ഇലക്ട്രൽ ബോണ്ട് നിർത്തിയതിന് ശേഷം, ഇലക്ട്രൽ ബോണ്ട് 2016 BJP ഗവൺമെൻറ് കൊണ്ടുവന്നു. 80-85% ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും അവർക്ക് BJP ഭരിക്കുന്ന ഗവൺമെൻറ് ആയതുകൊണ്ട് അവർക്ക് കിട്ടി. അങ്ങനെ മുന്നേറുമ്പോഴാണ് അവസാനം ഈ ഇങ്ങനെ, അതായത് ഈ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നവർക്ക് ഗവൺമെൻറ്റും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി ഇടപെട്ട് തന്നെ നിർത്തലാക്കുന്നത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇതുപോലെ ഈ ഫ്രീ ബീസ്, അതായത് ബീഹാറിലെ സ്ത്രീകൾക്ക് 10,000 കൊടുത്തതുപോലെ ഇപ്പോൾ നമ്മളറിയാം ഈ കേരളത്തിൽ തന്നെ ഇലക്ഷൻ വന്നപ്പോൾ BJP കാൻഡിഡേറ്റ്സ് പണം കൊണ്ട്, കിറ്റ് കൊണ്ട്, സാരി കൊണ്ട് ഒക്കെ ഇലക്ട്രേറ്റ്സിനെ, അതായത് വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ നടത്തിയ പരിശ്രമങ്ങളൊക്കെ നാം വായിച്ചറിഞ്ഞവരാണ്. അപ്പോൾ ഇങ്ങനെ ഒക്കെ ഈ സ്ത്രീകളോട് ഇത്ര വാത്സല്യവും സ്നേഹവും ഉള്ളതായിരുന്നെങ്കിൽ അന്ന് UPA ഭരണകാലത്ത് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഇവർക്ക് കുറച്ച് സഹായിക്കാമെന്ന് വെച്ചാൽ അന്നേ ഈ സംവരണ ബിൽ പാസ്സായി. അന്നു മുതൽ 33%, അതായത് 541-ന്റെ 33% എന്ന് പറയുമ്പോൾ 181 സീറ്റ്, 181 സീറ്റുകളിൽ സ്ത്രീകൾ ഇരിക്കുമായിരുന്നു. 2019-23 കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് 14% റെപ്രസെൻറ്റേഷൻ പാർലമെൻറ്റിലുണ്ടായിരുന്നു. പക്ഷേ 2023 ഈ നിയമം പാസ്സാക്കി. 2023 വനിതാ സംവരണ നിയമം പാസ്സാക്കി. അതിനെ ഡീലിമിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടി ഉടനെ നടപ്പാക്കേണ്ട എന്ന തീരുമാനത്തിലെത്തി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 2023-26 ഇലക്ഷനിൽ 13.5% സീറ്റ് കൊണ്ട് സ്ത്രീകൾ തൃപ്തിപ്പെടേണ്ടി വന്നു. അതാണ് സംഭവിച്ചത്. അപ്പം ഇവിടെ തന്നെ നമുക്ക് ഇത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധിയില്ലായ്മ, അതായത് തീവ്രമായിട്ടും വനിതാ സംവരണം നടപ്പാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ ഡീലിമിറ്റേഷൻ എന്ന ഒരു കറുത്ത കുതിരയുമായിട്ട് ഇതിനെ കെട്ടി ഇടേണ്ട കാര്യമില്ലായിരുന്നു. കറുത്ത കുതിര ഈ സംവരണ ബില്ലുമായിട്ട് ഓടുന്നത് ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് എന്ന് നാം ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ സംവരണ ബില്ല് പരാജയപ്പെട്ടു പോയത്. അപ്പം എന്താണ് ഇങ്ങനെ ഈ വനിതാ സംവരണ ബില്ലിനോട് നീതി പുലർത്താൻ BJPക്ക് വൈമുഖ്യം? ഓർമ്മിക്കണം, 1996 ഈ ബില്ല് കൊണ്ടുവരുമ്പോൾ ഇതിനെ തോൽപ്പിച്ചത് പ്രതിപക്ഷത്തിരുന്ന BJP ആണ്. UPA ഗവൺമെൻറ് പല ആവർത്തി ഈ ബില്ല് കൊണ്ടുവന്നപ്പോഴും അപ്പോഴൊക്കെ പ്രതിപക്ഷത്തിരുന്ന് BJP ആണ് ഈ സംവരണ ബില്ലിനെ എതിർത്തതും തോൽപ്പിച്ചതും. 2014 BJP ഭരണത്തിൽ വരുന്നു. ആ ഭരണത്തിൽ വന്ന സമയത്ത് അവർക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, പക്ഷേ രാജ്യസഭയിൽ ഉണ്ടായിരുന്നില്ല. ബില്ല് ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് കൊണ്ടും കോൺഗ്രസ് പ്രതിപക്ഷത്താണ് 2014 എന്നുള്ളത് കൊണ്ടും ഭരണപക്ഷമായ BJP ഈ ബില്ല് അന്ന് പാർലമെൻറ്റിൽ 2014-19 കാലഘട്ടത്തിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും അത് കൊണ്ടുവന്നില്ല. 2019 കൊണ്ടുവന്നു. 2019 കൊണ്ടുവന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? 2019 കൊണ്ടുവന്നില്ല. 2019-23 ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇത് കൊണ്ടുവരുന്നത്. അവസാന ഘട്ടത്തിൽ കൊണ്ടുവന്നു പാസ്സാക്കി. പക്ഷേ ആദ്യമായിരുന്നു അത് പാസ്സാക്കുന്നത് എങ്കിലും, അതായത് 2019 ആരംഭത്തിൽ തന്നെ ഈ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്ന് പാസ്സാക്കി ഇരുന്നെങ്കിൽ 2024 ഇലക്ഷൻ എങ്കിലും സ്ത്രീകൾക്ക് ഈ 33% പ്രാതിനിധ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാമായിരുന്നു, അവർക്ക് പാർലമെൻറ്റിൽ എത്താമായിരുന്നു. പകരം 2014-19 വർഷങ്ങളിൽ 14% സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത് 2023-26 കാലഘട്ടമായപ്പോഴേക്കും വെറും 13.5% കുറയുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്, ആർക്കാണ് ആത്മാർത്ഥത ഇല്ലാത്തത്? ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ ഇന്നലെ ആ ബില്ല് പരാജയപ്പെട്ടപ്പോൾ പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ ആത്മാർത്ഥതയില്ലായ്മ, സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുന്നതിനെ പറ്റി 33% സീറ്റുകളിൽ സ്ത്രീകൾ ജയിച്ചു വരുന്നത്
പ്രതിപക്ഷ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അതിനെ പരാജയപ്പെടുത്തിയത് എന്നാണ് പ്രധാനമന്ത്രിയും കൂട്ടരും വാദിക്കുന്നത്. അതുമാത്രവുമല്ല, അവരതൊരു പ്രചരണ ആയുധമാക്കി ഇന്ത്യ മുഴുവനും കൊണ്ടു നടക്കും. ഒരുപക്ഷെ ആ പ്രചരണ ആയുധത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ബീഹാർ, UP പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വേരോട്ടമുണ്ടാകാം, അക്സെപ്റ്റൻസ് ഉണ്ടാകാം. ബുദ്ധിസഹമായിട്ട് ചിന്തിക്കുന്ന ജനങ്ങളുള്ള ഒരു സംസ്ഥാനത്തും ഇത് കോൺഗ്രസ് ഗവൺമെൻറ് ഈ ബില്ലിനെ എതിർക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് എന്ന് അംഗീകരിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം എല്ലാ കാലത്തും കോൺഗ്രസ് ഈ ബില്ലിന് വേണ്ടി നിന്നു. ഡീലിമിറ്റേഷനെതിരാണ്. കാരണം ഡീലിമിറ്റേഷൻ ഫെഡറൽ പ്രിൻസിപ്പിൾസിന് തുരങ്കം വയ്ക്കുന്നതാണ്. അതായത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കൂടി കവർന്നെടുത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു തന്ത്രമാണ് ഈ ഡീലിമിറ്റേഷൻ കൊണ്ട് ഗവൺമെൻറ് കൊണ്ടുവന്നത്. ആ തന്ത്രത്തെയാണ് പൊളിച്ചടുക്കി പ്രതിപക്ഷം കയ്യിൽ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വനിതാ സംവരണം ആരും, അതായത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരും തെറ്റിദ്ധരിക്കരുത്, വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർക്കുന്നു എന്ന്. ഒരിക്കലുമില്ല. വനിതാ സംവരണത്തെ പ്രതിപക്ഷം ആണ് ഈ സംവരണ ബില്ല് ആദ്യം 1996 കൊണ്ടുവന്നത്. അന്നു മുതൽ ഈ ബില്ല് വിജയിച്ച് കാണാൻ, വനിതകൾക്ക് 33% റിസർവേഷൻ കിട്ടിക്കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു പക്ഷേ പാർട്ടിയിൽ ഒരുപാട് പേർക്ക് അയ്യോ ഞങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുമല്ലോ എന്ന ചിന്തയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ആ ചിന്തകളൊന്നും വിലപ്പോകില്ല. നമുക്ക് ഈ സംവരണ ബില്ല് പാസ്സാക്കി ഈ പറയപ്പെട്ട 543 സീറ്റുകളിൽ 181 എണ്ണം സ്ത്രീകൾ തന്നെ കൈയടക്കുന്ന ഒരവസ്ഥ എത്രയും നേരത്തെ കൈവരിക്കാൻ, നേടിയെടുക്കാൻ വേണ്ടി ധർമ്മസമരവുമായി മുൻപോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. കാരണം ഒരു കുടുംബത്തിൻ്റെ നിർമ്മാണത്തിലും വളർച്ചയിലും മാത്രമല്ല ഒരു സ്ത്രീക്ക് ചുക്കാൻ പിടിക്കാൻ പറ്റുന്നത്, ഒരു രാഷ്ട്ര നിർമ്മിതിയിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ കാണിച്ച എത്രയെത്ര പ്രഗത്ഭമതികളായ ഭരണകർത്താക്കളെ, വനിതാ ഭരണകർത്താക്കളെ നമുക്കറിയാം. മിസ്സിസ് ഗാന്ധി തന്നെ ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് കൈ പിടിച്ചുയർത്താനുള്ള എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞത് മിസ്സിസ് ഗാന്ധിയാണ്. ആ മിസ്സിസ് ഗാന്ധിയെ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഓർത്തു നോക്കൂ, മാർഗരറ്റ് താച്ചർ. എത്ര ശക്തയായ ഒരു പ്രധാനമന്ത്രിയായിരുന്നു മാർഗരറ്റ് താച്ചർ. അവരോളം ശക്തനായ ഏതെങ്കിലും ഒരു പുരുഷ പ്രധാനമന്ത്രി ആ രാജ്യത്ത് ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. അതുകൊണ്ട് സ്ത്രീകൾ ഭരണരംഗത്തേക്ക് വന്നാൽ അവർ നോക്കുകുത്തികളാകുമെന്നും അവർ വട്ടപൂജ്യമാണെന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. സ്ത്രീകൾ കുടുംബത്ത് എത്ര വളരെ ചെറിയ ബജറ്റ് കൊണ്ട് ഒരു കുടുംബത്തെ സമൃദ്ധമായി പരിപാലിക്കുന്ന ഒരു സ്ത്രീയെ അവൾക്കറിയാം എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തെ മികവിലേക്ക് കൊണ്ടുപോകേണ്ടത്. വളരെ സ്ട്രിക്റ്റായ, വളരെ ലിമിറ്റഡായ വിഭവങ്ങൾ കൊണ്ട് വളർച്ചയിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്ന് തീർച്ചയായിട്ടും വനിതകൾക്കറിയാം. അതുകൊണ്ട് വനിതാ സംവരണം ഈ രാഷ്ട്രത്തെ വളർച്ചയിലേക്ക് നയിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. വനിതാ സംവരണം വേണ്ട എന്ന് വച്ചത് പ്രതിപക്ഷമല്ല, അതിന് തുരങ്കം ചാർത്തുന്ന രീതിയിൽ അതിനെ കൊണ്ടുവന്ന്, അതിനെ പരാജയപ്പെടുത്താൻ തക്ക രീതിയിൽ അതിനെ കൊണ്ടുവന്ന ഭരണപക്ഷം, കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് ഈ വനിതാ ബില്ല് പരാജയപ്പെടാൻ കാരണമായത്.